ഇത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് 3 കുട്ടികളെ കാണാതായി. അവസാന കുട്ടികളെ കണ്ടെത്തുന്നത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് കുട്ടികളെ കണ്ടെത്തിയത്. ഇവർ രക്ഷിതാക്കൾ എത്തി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ആരോ തങ്ങളെ ബോധം കെടുത്തിയെന്നും ബോധം വന്നപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നൊക്കെയാണ് കുട്ടികളുടെ മൊഴി. ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. TS ഹരീഷ് വിവരങ്ങൾ നൽകും. ഹരി, നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം നമ്മൾ രാവിലെ കണ്ടതാണ്. അതായത് കുട്ടികളുടെ ആ കഥയിൽ ഒരു സിനിമാ കഥ എന്നതുപോലെയാണ് കുട്ടികൾ പറയുന്നത്. എന്തോ ഒരു അപാകത അതിൽ നിഴലിക്കുന്നുണ്ട്. എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? ഈ കുട്ടികളുടെ മൊഴി പോലീസ് എടുത്തതിന് ശേഷം ആ മൊഴി കേൾക്കുമ്പോൾ കുറച്ച് ഗൗരവം തോന്നും, അതിനൊപ്പം കൗതുകവും തോന്നും. അതായത് ഞാനത് പറയാൻ കാരണം, ഇന്നലെ കുട്ടികളെ കാണാതാകുന്നു. ഇന്ന് രാവിലെയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തമ്പാനൂർ പോലീസ്, അതായത് ഒരു ഓട്ടോറിക്ഷയിൽ വന്ന ഒരാൾ പോലീസിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പോലീസ് പോയി നോക്കി ഐഡന്റിഫൈ ചെയ്ത് കുട്ടികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് രാവിലെയാണ്. വന്നതിന് ശേഷമാണ് ഈ മൊഴിയെടുപ്പൊക്കെ നടന്നത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞ കഥ എങ്ങനെയാണ്? ഈ ഫോർട്ട് കൊച്ചി പരിസരത്തുള്ള ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഒമിനി വാഹനം വന്ന് നിൽക്കുന്നു. അതിൽ നിന്നൊരു 3-4 പേർ ഇറങ്ങി വന്ന് വെള്ള തുണി കൊണ്ട് അവരുടെ മുഖത്ത് വെച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ട് ആ വാഹനത്തിൽ കൈയൊക്കെ കെട്ടി കൊണ്ടുപോയി ഏതോ ഒരു ഗോഡൌണിനുള്ളിൽ ഇടുന്നു. അവിടെ കമ്പിയും മറ്റുമൊക്കെ ഉള്ള ഒരു ഗോഡൌൺ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ബോധം വന്നതിന് ശേഷം ഈ അവരെ തട്ടിക്കൊണ്ട് വന്നവർ പുറത്തു പോയപ്പോൾ അവരിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്നാണ് പോലീസിനോട് പറഞ്ഞത്, തമ്പാനൂർ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് വിശ്വാസത്തിലെടുത്തില്ല. രക്ഷകർത്താക്കളൊക്കെ വിളിച്ചു. ഫോർട്ട് പോലീസും രക്ഷകർത്താക്കളും ഒക്കെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയും ചെയ്തു. ഉച്ചയോടെ എത്തിയതിനു ശേഷമാണ് ഇവിടെ വെച്ച് ഫോർട്ട് പോലീസിൽ നിന്നൊരു വിവരം ലഭിക്കുന്നത്. ഇവരുടെ സ്ഥലത്ത് നിന്ന് ഒരു ബോട്ടിൽ കയറി പോകുന്ന CCTV ദൃശ്യങ്ങൾ ഫോർട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവർ ചെയ്തത് ഇങ്ങനെയാണ്: ഒരു ബോട്ടിൽ കയറി അവർ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ദിലീപിന്റെ ഒരു ഏറ്റവും പുതിയൊരു ചിത്രവും കണ്ടു. അതിനുശേഷമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അന്ന് രാത്രി നിൽക്കുമ്പോഴാണ് ഈ പോലീസ് വന്ന് ഇവരെ കണ്ടെത്തുന്നത്. മാത്രമല്ല, പോലീസിന് സംശയം കാണാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇവർ വീട്ടിൽ നിന്ന് വന്നെന്ന് പറയുന്ന അവരെ വീട്ടിൽ അന്വേഷിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3000 രൂപയോളം കളവ് പോയിട്ടുണ്ട്. ആ പണത്തെ പറ്റിയും കൂടെ അന്വേഷിച്ചപ്പോൾ പോലീസിന് ഏകദേശം ഒരു ധാരണ കിട്ടിയിരുന്നു. കുട്ടികൾ പറഞ്ഞ കഥയും അതുമായിട്ട് ഒന്നും സിങ്ക് ആവുന്നില്ല. അങ്ങനെ പോലീസ് രക്ഷകർത്താക്കൾ വരുന്നവരെ വെയിറ്റ് ചെയ്ത സമയത്താണ് ഇതിൻ്റെ ഒരു ചിത്രം തെളിഞ്ഞത്. അല്ല, മറുവശത്തായിരുന്നുവെങ്കിൽ ഫോർട്ട് പോലീസിനെ തമ്പാനൂർ പോലീസ് നേരത്തെ തന്നെ ഈ കാര്യം അറിയിച്ചു. ഇവർ തട്ടിക്കൊണ്ടു വന്നു എന്നൊക്കെയാണ് പറയുന്നത്. കുട്ടികൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അന്വേഷണമൊക്കെ നടന്ന സമയത്താണ് ഈ CCTV ദൃശ്യങ്ങൾ കിട്ടുന്നത്. അതെന്തായാലും തുണയായി. കുട്ടികൾ പറഞ്ഞത് കള്ളമായിരുന്നു. എന്തായാലും രക്ഷകർത്താക്കൾ ഫോർട്ട് പോലീസിനൊപ്പം കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എന്തായാലും കോടതിയിലൊക്കെ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ട് എന്താണെന്ന് തീരുമാനിക്കും.